റമളാൻ നോമ്പിന് എസ്പെഷ്യലി ഈ വേനൽക്കാലത്തെ റമളാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, അത്താഴം കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ. അത്താഴം കഴിക്കുന്നതിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൻ്റെ കൂടെ 3 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. അതിൻ്റെ കൂടെ മെഡിസിൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ സമയത്താണ് മെഡിസിൻ എടുക്കേണ്ടത്. എസ്പെഷ്യലി എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ ഡോക്ടറോടും കൂടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ നോമ്പെടുക്കുക. 2, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രൂട്ട് ജ്യൂസും മധുരമുള്ള പാനീയങ്ങളും കുടിക്കുന്നതിന് പകരം ധാരാളമായിട്ട് പച്ചവെള്ളം കുടിക്കുക. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്നതിന് പകരം കട്ട് ചെയ്തിട്ട് കഴിക്കുക. അതിനുശേഷം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഡെയിലി നമ്മുടെ ശരീരത്തിന് 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നത് മുതൽ അത്താഴം വരെയുള്ള സമയത്ത് ഇത്രയും വെള്ളം കുടിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, എണ്ണയിലിട്ട് പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള പലഹാരങ്ങളും അതുപോലെ തന്നെ പഞ്ചസാരയും മാക്സിമം ഒഴിവാക്കുക. നാലാമത്തത്, ചായയും കാപ്പിയും നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന പാനീയങ്ങളായതുകൊണ്ട് തന്നെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. അത്യാവശ്യമുള്ളവർക്ക് വളരെ കുറച്ച് കുടിക്കാം. അഞ്ചാമത്തത്, പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ കൂളാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതിന് കൂടെ ഒരു പിടി നട്ട്സ് ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറക്കവും ഭക്ഷണവും ടൈം മാനേജ്മെന്റും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് റമളാന് വളരെ പ്രൊഡക്റ്റീവ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.